GT എഡ്യൂക്കേഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അഡീഷൻ സബ്ട്രാക്ഷൻ ഓഫ് ടു നമ്പേഴ്സ് ആണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 5+8 നമുക്ക് എല്ലാവർക്കും അറിയാം, രണ്ട് പോസിറ്റീവ് സംഖ്യകളാണ്. 5ഉം 8ഉം കൂടി കൂട്ടിയാൽ 13ആണ്. ഓക്കെ, ഇനി അതിൽ ഒരു സംഖ്യ നെഗറ്റീവ് ആക്കുന്നു, -5 + 8. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതിൻ്റെ നിയമം നമ്മൾ അറിഞ്ഞാൽ വളരെ എളുപ്പമാണ്. -5ഉം 8ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ ഒരു സംഖ്യ നെഗറ്റീവും മറ്റേത് പോസിറ്റീവുമാണ്. അപ്പോൾ സംഖ്യകളുടെ വ്യത്യാസം കണ്ട് വലുതിൻ്റെ ചിഹ്നം ചേർക്കുക. അപ്പോൾ 5ഉം 8ൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 3ആണ്, വലുത് 8ആണ്, അത് പോസിറ്റീവാണ്. അപ്പോൾ +3 എന്ന് എഴുതാം. നമുക്കത് 3 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. +3 എന്ന് പറയുന്നത് 3 തന്നെയാണ്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ ഈ വലിയ സംഖ്യ നെഗറ്റീവ് ആക്കാം. -8 + 5 -8 + 5 എന്ന് പറയുന്നപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? വ്യത്യാസം കണ്ട് വലുതിന് ചിഹ്നം ചേർക്കണം. വ്യത്യാസം എത്രയാണ്? 3 ആണ്. ഇവിടെ വലുത് ഏതാണ്? -8ആണ്. 8ആണ് ഇവിടെ വലുത്. അപ്പോൾ 8ൻ്റെ സിമ്പിളായിട്ട് -3 ചേർക്കാം. -8 + 5 -3. അപ്പോൾ വളരെ സിമ്പിളാണ് പോസിറ്റീവ് നമ്പറുകളുടെ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പറുകളുടെ അഡീഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഭൂരിഭാഗം കുട്ടികൾക്കും ബുദ്ധിമുട്ട് വരുന്ന തെറ്റിക്കുന്നതായുള്ള ഒരു കാര്യമാണ്. ഇത് മനസ്സിലാക്കിയാൽ പിന്നെ അത് തെറ്റില്ല. GT എഡ്യൂക്കേഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ -8ഉം +8ഉം കൂടി ആഡ് ചെയ്യണം. അപ്പോൾ രണ്ട് നമ്പറും അപ്പോൾ നമ്മൾ പറഞ്ഞു ആഡ് ചെയ്യുമ്പോൾ വ്യത്യാസം കണ്ട് വലുതിന് ചിഹ്നം ചേർക്കണം. പക്ഷേ ഇവിടെ രണ്ട് നമ്പറുകളുടെയും വാല്യൂ അല്ലെങ്കിൽ വില തുല്യമാണ്. -8ഉം +8ഉം കൂടെ കൂട്ടുമ്പോൾ 0 ആണ് കിട്ടുക. അതുപോലെ 8 + -8 ആഡ് ചെയ്യുമ്പോഴും 0 ആണ് കിട്ടുക. ആക്ഷൻ നമ്പേഴ്സിൽ നമുക്കറിയാം 8 - 2 8 - 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. രണ്ടും പോസിറ്റീവ് നമ്പറാണ്, കുറയ്ക്കുമ്പോൾ നോ പ്രോബ്ലം. ഈ രണ്ടാമത്തെ നോക്കുക. ആദ്യം നമ്മൾ എഴുതിയിരിക്കുന്നത് 2 ആണ്. 2 - 8 എന്നത് 2 ചെറിയ സംഖ്യയാണ്. ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ നെഗറ്റീവ് സൈൻ ഇടണം. അപ്പോൾ 2 - 8 എന്ന് പറയുന്നത് -6 ആണ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. രണ്ട് നമ്പറുകൾ മൈനസ് ആണ് ചെയ്യുക. -2 -8 ഇങ്ങനെ വരാം. അത് ഭൂരിഭാഗം ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു ഇതാണ്. -2 -8 എന്ന് പറഞ്ഞാൽ ഇവിടെ -10 ആണ് വരുന്നത്. -2 -8 എന്ന് പറഞ്ഞാൽ -10 ആണ്. കാരണം എന്താ, അഡീഷൻ്റെ പോലെയാണ് വരിക. -2 -8 രണ്ട് നെഗറ്റീവ് നമ്പറുകളാണ്. അപ്പോൾ നമ്മളിത് വരും -2 -8 -10. അപ്പോൾ ഫലത്തിൽ അതൊരു -2 + -8 എന്നുള്ള രീതിയിലാണ് ഈ സിമ്പിൾ ഇത് വരിക. ഓക്കെ, ഇനി അടുത്ത ഒരു ഇത് നോക്കാം നമുക്ക്. -2 -8 -2 എന്ന് പറയുമ്പോൾ -2 - എന്ന് പറയുന്നത് പ്ലസ് ആവും. -2 + 8. ഇനി എന്ത് ചെയ്യണം? അഡീഷൻ്റെ നിയമം ഉപയോഗിക്കണം. വ്യത്യാസം കണ്ട് വലുതിന് ചിഹ്നം ചേർക്കണം. അപ്പോൾ എന്ത് വരും? +6, അതായത് 6 എന്ന് വരും. ഓക്കെ, ഇനി ആദ്യം -8 വന്നാൽ എങ്ങനെയാണ് വരിക? -8 -2. അപ്പോൾ ഇവിടെ എന്ത് വരും? -8 എന്ന് പറയുന്നത് പ്ലസ് ആവും 2. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം കാണുമ്പോൾ നെഗറ്റീവ് നമ്പറാണ് വലുത്. അപ്പോൾ -6 വരും. എല്ലാവർക്കും ക്ലിയർ ആയി വിചാരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് മാക്സിമം ആൾക്കാരിലേക്ക് അത് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.